2023 ജൂൺ 10 ആയപ്പോൾ ഞാനൊരു പുതിയ ജിമെയിൽ ഐ ഡി സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു സയൻസ് യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയിൽ വീഡിയോസ് ചെയ്യണം, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ യൂണീക്ക് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സയൻസ് ചാനൽ എന്ന് പറയുമ്പോൾ ആസ്ട്രോ ഫിസിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് സ്പേസും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാനലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഇതിനെപ്പറ്റി ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. ഒരുപാട് നാൾ യൂട്യൂബിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള നല്ല റീച്ചുള്ള ചാനൽസൊക്കെയാണ് ഇത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ ചാനലൊന്ന് പുൾ ഓഫ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്രയും പെട്ടെന്ന് ക്ലിക്കാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒറ്റ സ്ട്രാറ്റജി മാത്രമാണ് ഉപയോഗിച്ചത്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കും ഞാൻ ആരാന്ന് അറിയില്ല, എന്നെ അറിയില്ല, എൻ്റെ സ്കിൽസ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് സ്പേസ്, ആസ്ട്രോണമി, കോസ്മോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ ചാനലിലത്തെ ആദ്യത്തെ 60 വീഡിയോസ് ജനറിക് ആയിട്ടുള്ള സയൻസ് കണ്ടന്റ് ഇട്ടുകൊണ്ടിരുന്നു. അതായത് ഒരുപാട് ഇൻവെൻഷൻസ്, റോബോട്ടിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മുടെ ചാനലിലത്തെ ആദ്യത്തെ 60 വീഡിയോസ്. ഈ ഒരു ടൈം പീരീഡ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അതായത് നമ്മുടെ ചാനലിൽ തീരെ വ്യൂസ് കിട്ടുന്നില്ല. ഓരോ വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് ആയിരുന്നു അത്. അങ്ങനെ ഒരു 60 വീഡിയോസ് ഇട്ടതിന് ശേഷം നമ്മുടെ ചാനലിൻ്റെ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഓരോ വീഡിയോസിന് ഏകദേശം 2000 വ്യൂസ് വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. സൗണ്ട് എഫക്ട്സും വിഷ്വൽ എഫക്ട്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. പക്ഷേ ആ വീഡിയോക്ക് വലിയ റീച്ചൊന്നും കിട്ടിയില്ല. ഭയങ്കര പയ്യായിരുന്നു ആ വീഡിയോക്ക് വ്യൂസ് കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത സ്ട്രാറ്റജിയൊക്കെ ഫ്ലോപ്പായി പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പയ്യെ നമ്മുടെ ഡാഷ്ബോർഡിൽ ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെ കയറി വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതായത് 2000-3000 വ്യൂസ് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഒരു 10,000-12,000 വ്യൂസൊക്കെ വെച്ച് കൂടിക്കൊണ്ടിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പ്ലാൻ ചെയ്ത സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. നമ്മുടെ ആ വീഡിയോക്ക് വെറും 20 ദിവസം കൊണ്ട് 1 മില്യൺ വ്യൂസ് കിട്ടി. ആ ഒരു വീഡിയോ കയറുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ കയറി തുടങ്ങി. നമ്മുടെ ചാനൽ അങ്ങനെ പയ്യെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഒറ്റ മാസം കൊണ്ട് നമ്മുടെ ചാനലിൽ ഏകദേശം 60,000 സബ്സ്ക്രൈബേഴ്സോളം കിട്ടി. അതിനുശേഷം നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. എൻ്റെ അടുത്തൊരു എയിം എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. 2 രീതിയിൽ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. പക്ഷേ നമ്മുടെ ചാനലിൽ ഏകദേശം 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതും കൂടാണ്ട് ലോങ് വീഡിയോസിൽ 4000 മണിക്കൂർ വാച്ച് അവർ വേണം. അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസ് വേണം. 10 മില്യൺ ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസ്, അതായത് ഏകദേശം 1 കോടി വ്യൂസ് വേണം. അതായിരുന്നു ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം. ഈ 2 മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10 മില്യൺ ഷോർട്ട് വ്യൂസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത് 10 മില്യൺ ഷോർട്ട് വീഡിയോ വ്യൂസ് കിട്ടിയിട്ടാണ്. അങ്ങനെ പോയി നവംബർ 12 ആയപ്പോൾ നമ്മുടെ ചാനലിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. അതായത് വെറും 6 മാസം കൊണ്ട് നമ്മുടെ ചാനലിൽ 0 നിന്ന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടി. നിങ്ങളെല്ലാവരും നമ്മുടെ ഓരോ വീഡിയോസും കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഓരോ വീഡിയോസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും അത് എഴുതാനും അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ ക്യാമറ വർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മളെടുത്ത ഓരോ സ്റ്റെപ്പും 100% വർത്തായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ. അറിയാലോ, ഒരുപാട് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളം ചാനൽ. ഒരുപാട് ആൾക്കാർ ഒരുപാട് വർഷമായിട്ട് ഇതേ ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇടയിൽ ഒരു പുതിയൊരാൾ ഇത്രയും പെട്ടെന്ന് ക്ലിക്ക് ആവപ്പെടുമെന്ന് ഞാൻ ഇതുവരെയായിട്ട് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഈ ചാനൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ചെയ്യണ പോലത്തെ വീഡിയോസ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ചാനലിൽ ഇനി മുതൽ വരാൻ പോകുന്ന വീഡിയോസ് അത്യാവശ്യം യുണീക്ക് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അധികം ആൾക്കാർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ ചാനലിൽ ഇനി മുതൽ വരാൻ പോകുന്നത്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്ത് തന്നെയായാലും നമ്മുടെ ഈ വീഡിയോസ് സീരീസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് പാർട്സ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേര് നമ്മുടെ പ്ലേ ബട്ടനെ പറ്റിയിട്ട് പ്ലേ ബട്ടൺ കിട്ടിയോ എന്നുള്ളത് ചാനലിനെ പറ്റിയിട്ട് ഓരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നല്ല വീഡിയോസ് എനിക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ചാനൽസ് എല്ലാം ഫോളോ ചെയ്യുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക് യു.
നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും, എക്സ്പ്ലെയിനർ വീഡിയോസ് ഉണ്ടാവും, പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.